ചെറുത് പൊട്ടിച്ച്. നമസ്കാരം ഗൈസ്, വൈബ് ഡെസ്റ്റിനേഷൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ഇതിന് മുകളിൽ കാണിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൽഗ വില്ലേജിലാണ്. നമ്മുടെ മുന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നേരെ കീർഗംഗയിലേക്കായിരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗ്രഹണിലേക്കാണ്. ആദ്യം ഇവിടുത്തെ ബേസ് ക്യാമ്പിൻ്റെ അവിടെയുള്ള ബസ് സ്റ്റാൻഡിൽ അവിടെ പോയി നിന്നിട്ട് അവിടെ ഒരു 12:30 ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ബസ് വിളിച്ചിട്ട് നേരെ കസോൾ പോകും. കസോളിൽ നിന്നാണ് ഈ പറഞ്ഞ ഗ്രഹണിലേക്കുള്ള ബസ് ഉള്ളത്. ഒക്കെ ഒരു വില്ലേജാണ്, ട്രക്കിംഗ് ആണ്. ഒരു 3-4 മണിക്കൂർ നേരത്തെ ട്രക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പോവല്ലേ ഞങ്ങൾ. അവിടെയും സ്റ്റേ ഒക്കെ ഉണ്ട് ഗ്രഹണിൽ. ഞാൻ മെയിനായിട്ട് ഗ്രഹണം തിരഞ്ഞെടുക്കാൻ കാരണം ആ ഒരു പേരും പിന്നെ അവിടുത്തെ കുറേ പേര് പോയ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു. അത്രയും നല്ലൊരു കഫേയും കൂടിയാണിത്. ഓ, പച്ച കളറായാലും ഇവിടെ ഈ കാണുന്നൊക്കെ ആപ്പിൾ മരങ്ങളാണ്. ഫുൾ ആപ്പിൾ കണ്ടില്ലേ, ഫുൾ ആപ്പിളാണ്. നമുക്ക് പൊട്ടിക്കാൻ 1-2 പൊട്ടിച്ച് തിന്നാം, പക്ഷേ കുറേയൊക്കെ ഒന്നും പൊട്ടിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ആൾക്കാർ ചീത്ത പറയും. മേടിക്കാം നമുക്ക്. ഞാനെന്തായാലും കുളുന്ന് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ കിട്ടും ഫ്രഷ് സാധനം, ഒരു രക്ഷയില്ല. ഇതായി കാണുന്നതൊക്കെ ആപ്പിൾ വാലിയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കഫേസ് ഉണ്ട്. കണ്ടോ, ഓ നിറഞ്ഞു നിൽക്കണേ. ഇതൊക്കെ പച്ചയാണ്. എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടിട്ടില്ലല്ലോ അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ്. നമുക്ക് വേണമെങ്കിൽ 1-2 പൊട്ടിച്ച് തിന്നാം. നല്ല ടേസ്റ്റ് കിട്ടും. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ച് തിന്നിട്ടും എന്തൊരു പ്രത്യേക ടേസ്റ്റ് ഇവിടെ ഇതിന്. അത് ഫ്രഷ് ആയതുകൊണ്ടായിരിക്കാം, ഒന്നും അറിയില്ല. പക്ഷെ ഭയങ്കര രുചി ഇവിടുത്തെ ആപ്പിളിന്. അങ്ങനെ പൊട്ടിച്ച് തിന്നുക. ഓ, ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ചെറുത് എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഇവിടുത്തെ പണിക്കാർ ഇവിടെ പുറത്തെന്തോ പണി നടക്കണതാണ്. അവർ വരെ ഇത് കഴിക്കാൻ കാണുമ്പോൾ ഓ കൊതി പറ്റുന്നില്ല. ഒരു നല്ലൊരു പഴുത്ത് നോക്കി പറഞ്ഞാൽ തിന്നണം. പൊട്ടിച്ച് അടിപൊളി. അപ്പോൾ ഞാൻ മറ്റേ റൂമിൽ നിന്ന് കൽഗ വില്ലേജിലേക്ക് പോകുന്ന വഴിയിലാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഷൊർണൂരിൽ നിന്ന് ഒരാളും പിന്നെ ഏട്ടന്മാരെ എവിടെയാ നാട്? മലപ്പുറം. രണ്ടുപേരും മലപ്പുറം. ആ, എന്താ ചെയ്യുന്നത് നിങ്ങൾ? ചെന്നൈയിൽ ബിസിനസ്. നമ്മുടെ റോയൽ എൻഫീൽഡ്. തൃശ്ശൂർ തന്നെ ഹെറിറ്റേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ നേരെ കീർഗംഗയിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു അല്ലേ? യാത്രയൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ. ഇപ്പം നല്ല ഇവിടെ നൈസ് മഴയുള്ളൂ അല്ലേ? മഴയല്ല. അതെ. അപ്പോൾ അങ്ങനെ എല്ലാം നല്ലപോലെ നടക്കട്ടെ. ഗ്രഹണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ കസോളിലേക്കാണ് പോകേണ്ടത്. കസോൾ എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ് കസോൾ. ബുന്ദറിനും മണികറിനും ഇടയിലാണ് കസോൾ സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഇസ്രായേലി വിനോദസഞ്ചാരികളോട് വരുന്നതുകൊണ്ട് തന്നെ മിനി ഇസ്രായേലീസ് ഓഫ് ഇന്ത്യ എന്നിവിടെ
ഞാനിപ്പോൾ കസോളിലാണ്, കുളു ഡിസ്ട്രിക്റ്റിലെ കസോളിലാണ്. ഇപ്പോൾ കസോളിൽ എത്തിയിട്ടുള്ളൂ. ഇവിടെ തണുപ്പും കുഴപ്പമില്ലാത്ത ലെവലിൽ തണുപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു സിറ്റിയാണ്, ഏകദേശം നല്ലൊരു സിറ്റിയാണ്. ഫുഡും കാര്യങ്ങളും ഇസ്രായേലീസാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ഫുഡും കാര്യങ്ങളും ഇവിടെ ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ഓയോ റൂംസൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ മെയിൻ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെക്കണം. അപ്പോൾ എന്തായാലും അടുത്ത ഞാൻ ഫോണൊന്ന് ചാർജ് വെച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ട് സെറ്റ് ആവട്ടെ. കസോൾ സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഏകദേശം കുറേ റൂംസും കുറേ റെസ്റ്റോറൻറ്റ്സും ധാബ അങ്ങനെ കുറേ മേടിക്കാനുള്ള കുറേ ബാഗുകൾ അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കുറേ എന്താ പറയുക, നമുക്ക് എങ്ങനെയെങ്കിലും പോകാനുള്ള ബുക്കിങ്ങും ട്രെയിൻ ടിക്കറ്റിൻ്റെ ബുക്കിങ്ങും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു കസോളിലൊരു കോഫി ഷോപ്പിലാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ, അതായത് ഇവിടുത്തെ ഒരു പാർക്കുണ്ട്. അവിടെ പാർക്കിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് ബ്രിഡ്ജ് ഒന്നും കാണാൻ പറ്റില്ല, നല്ലൊരു ആകാശം. നമ്മളിവിടെ കാണുന്നത് ചെറിയൊരു പാർക്കാണ്, കസോളിലെ തന്നെ ചെറിയൊരു പാർക്കാണിത്. കസോളിൽ ഏകദേശം ഷോപ്പിങ്ങിനായിട്ട് താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്ക് ഇസ്രായേലി ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ ഇസ്രായേലീസ് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും നല്ലൊരു കാലാവസ്ഥയാണ് കസോളിൽ. ഏകദേശം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മഞ്ഞുവീഴ്ച ഉണ്ടാവാറുണ്ട്. എല്ലാ ന്യൂ ഇയറിലും കസോൾ മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ആഘോഷം ഇവിടെ നടക്കാറുണ്ട്. കാണണമെന്ന് ആഗ്രഹമുള്ളവർ ന്യൂ ഇയർ ടൈമിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനും ഈ ഒരു ആഘോഷത്തിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം. No killing chicken. The rules.